വിദ്രേൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വയനാട് ദുരന്തം കഴിഞ്ഞ് ദുരവസ്ഥ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. സഞ്ചാര ചാനലാണെങ്കിലും സമൂഹത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പരാമർശിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ദുരന്തം തുടർക്കഥയായിട്ട് വരുന്നതിന്റെ കാരണം എന്തെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളതിൽ എന്തെങ്കിലും പങ്കാളികളാണോ? നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനസമൂഹം അല്ല, എന്താണ് അതിന് കാരണം? ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 10-20 വർഷം മുമ്പൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പ്രകൃതി ദുരന്തമായി അഭയാർത്ഥികൾ വന്നു ചേരാറുണ്ട്. നമ്മളുടെ വീടുകളൊക്കെ വരാറുണ്ട്. നമ്മളതന്ന് അതിശയത്തോടു കൂടിയാണ് കാണാറ്. അന്നും ഉരുളുപൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ വന്നു പോകുമായിരുന്നു. പക്ഷെ ഇന്ന് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. അത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? എന്ത് കാരണത്താലായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ തുടർക്കഥയായിട്ട് വരുന്നു? ഓഗി, നിപ്പ, 2018 പ്രളയം, ഇപ്പോൾ ഈ ഉരുളുപൊട്ടൽ നമ്മളെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ദുരന്തം ഏറ്റുവാങ്ങുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അത് ആവർത്തിക്കപ്പെടുമെന്ന് പറയപ്പെടുകയും ചെയ്യും. നമ്മൾ ദീർഘവീക്ഷണമില്ലാതെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതാണോ ഇതിനുള്ള കാരണം? നിപ്പ വൈറസ് കേരളത്തിൽ രൂപം കൊണ്ടു. വവ്വാലുകളിൽ നിന്നാണ് നിപ്പ വൈറസുകൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാകാം അത് നമുക്ക് വന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചെടുത്താൽ, വവ്വാലുകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ, വവ്വാലുകളുടെ സഞ്ചാരപഥം നമ്മൾ ശ്രദ്ധിച്ചാൽ, ഒരു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയൊക്കെ വളരെ ചെറുപ്പകാലത്ത് ഒരു 6 മണി, 5 മണി, 6 മണി, 7 മണി ടൈമിലൊക്കെ വവ്വാലുകൾ ആകാശത്തോടെ നീണ്ടു പറക്കുന്നത് കാണാം. ദൂരത്തേക്ക് ഇരദേവതയുള്ള അവരുടെ യാത്രയാണ്. അവർ പല സ്ഥലങ്ങളിലായി ഇര തേടി പുലർകാലെ തിരിച്ചു വന്ന് ചേക്കേറും. വൻ മരങ്ങളിലാണ് ചേക്കേറുക. ഒരു മരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലാണ് അവരുടെ നിൽപ്പ്. ചെകുത്താന്റെ കൂട്ടുകാരൻ സങ്കല്പിക്കുന്ന ഒരു അംശം കൂടിയാണ് ഈ വവ്വാലുകൾ. കാരണം അവർ റാബിറ്റ് അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇതാ നിപ്പ അവരിൽ നിന്നാണെന്ന് പറയുന്നു. എങ്കിലും നമുക്കതൊന്നും അന്നൊന്നും ബാധിച്ചിട്ടില്ല. നമ്മുടെ പഴയ തലമുറ ഇത് ദീർഘവീക്ഷണമായി കണ്ടുകൊണ്ടാണോ ഇതിനൊക്കെ ഒരു ആവാസ വ്യവസ്ഥകൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു? ആ വ്യവസ്ഥ നമ്മൾ ജീവിക്കുന്ന ഇടയിലാണെങ്കിൽ കാവുകൾ എന്ന് പറയുന്ന ചെറു ഫോറസ്റ്റുകൾ എല്ലായിടത്തും ഉണ്ട്. വടക്കൻ മലബാർ പോട്ട് കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പോയാൽ മിക്ക സ്ഥലങ്ങളും ഈ കാവുകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ചെറു വനങ്ങളുണ്ട്. ഇപ്പോഴും നിരവധി വനങ്ങളുണ്ട്. പക്ഷെ മനുഷ്യൻ ഈ ഭൂമിയിൽ വില കിട്ടുന്നത് കൊണ്ട് ഈ കാവുകളും കയ്യേറാൻ തുടങ്ങി. ശുഷ്കമായി പോകുന്ന കാവുകൾ, അതിൻ്റെ ഏറ്റവും വലിയ മരങ്ങളിലായിരുന്നു ഈ വാസസ്ഥലങ്ങളിൽ ഈ വവ്വാലുകൾ നിലകൊണ്ടിരുന്നത്. അന്ന് അവരെ കൊണ്ട് ശല്യം ഉണ്ടായതായിട്ട് തോന്നിയിട്ടില്ല. ശുഷ്കമായിക്കൊണ്ടിരുന്ന ഈ വവ്വാലുകൾ സ്ഥിരമായി നിൽക്കുന്ന മരത്തിന്റെ ഇതിൻ്റെ കൈകൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ഇത് മരം ഉണങ്ങിപ്പോകുമ്പോൾ അടുത്ത മരത്തിലോട്ട് ചേക്കേറുകയാണ് ഇത് ചെയ്യുക. പക്ഷെ അടുത്ത മരം ചേക്കേറാൻ നമ്മളെ കാവുകൾ ശുഷ്കപ്പെട്ടു പോയപ്പോൾ ഇന്ന് വവ്വാലുകൾ നിലകൊള്ളുന്നത് വലിയ മാവ്, വലിയ മരങ്ങൾ, ഫലവൃക്ഷങ്ങൾ, നമ്മുടെ തെങ്ങിൻ്റെ ഓലകളിലൊക്കെ കുടിയേറാൻ. അപ്പോൾ അവരുടെ സാമീപ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലും നമ്മളെ കുട്ടികളിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങി എന്നതല്ലേ സത്യം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് അതിൻ്റെ ശരി. അപ്പൊ അത് നമ്മൾ പ്രകൃതിയിൽ നിന്നും തിരിച്ചറിഞ്ഞ് അതിനെയൊക്കെ ഒരു
ഒരു കാഴ്ചപ്പാട് വേണം. പെട്ടെന്ന് ചിന്തിക്കും, ഇത് വാവലിനെ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ച പോലെ വാവലിനെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ജീവിതമൊന്നും സാധ്യമല്ല. നമ്മൾ അവരുടെ ആവാസവ്യവസ്ഥകളിൽ ചെല്ലുന്നതുകൊണ്ടാണ്. അത് നശിപ്പിക്കപ്പെടുന്നതാണ് നമുക്ക് ഉണ്ടാകുന്ന നമ്മളുടെ ബോധം നമ്മളിൽ വേണം. അതിന്റെ കുറവാണോ ഇപ്പൊ നമ്മളെ ബാധിച്ചത്? കാട്ടാന ശല്യം വരും. കാട്ടാനകൾ മുമ്പെങ്ങ് ഉള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് കർഷകരുടെ ഒരു ശത്രുവായിട്ട് മാറിയിരിക്കുകയാണ് കാട്ടാന. ഒക്കെ ശരിയാണ്. പക്ഷേ ഇന്ന് മലപ്പുറത്തിന്റെ ബോർഡറിൽ വരുന്ന വലിയ ഫോറസ്റ്റുകളിലും തിരിച്ച് വയനാടിന്റെ പല ഫോറസ്റ്റുകളിലും ഒക്കെ നിങ്ങൾ ശരിക്കും അന്വേഷിച്ചാൽ മനസ്സിലാവും, നമ്മൾ കർഷകർ തന്നെയാണ് ചെയ്യുന്നത്. അവരവരുടെ ഉപജീവന മാർഗത്തിനായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ അത് ബോധപൂർവമായിരിക്കണം എന്നില്ല, ജീവിക്കാൻ വേണ്ടിയുള്ള അവരുടെ ഒരു നെട്ടോടത്തിൽ ചെയ്യുന്നതായിരിക്കാം. പശുക്കളെയും അനവധി ആടുകളെയും പശുക്കളെയൊക്കെ ഫോറസ്റ്റിനകത്തേക്ക് തന്നെ കയറ്റി വിടുകയാണ്. ഒരു 100-200 പശുക്കളൊക്കെ നാനാവശങ്ങളിൽ നിന്നും ഒരു ഫോറസ്റ്റിന്റെ സൈഡ് ഏരിയയിൽ കൂടി ഉള്ളോട്ട് കയറിയാൽ അത് അതിൻ്റെ പുല്ലുകളൊക്കെ ഭക്ഷിച്ച് മറ്റ് മൃഗങ്ങൾ കുടിക്കേണ്ട വെള്ളവും പഴങ്ങളും എല്ലാം ഭക്ഷിച്ച് ആ കാട്ടിൽ തന്നെ, ആ ഫോറസ്റ്റിൽ തന്നെയാണ് അവർ കഴിയുക. എന്നിട്ടത് വലുതായി കഴിയുമ്പോഴാണ് ഈ ഉടമസ്ഥനെ പിടിച്ചുകൊണ്ടിരിക. ഇങ്ങനെയുള്ള ശീലങ്ങൾ ഫോറസ്റ്റിൽ എല്ലായിടത്തും തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. ശരിക്കും പഠിച്ചാലറിയാം. പക്ഷേ അതിനകത്തുള്ളവർക്ക് പിന്നെ വെള്ളത്തിന്റെ കുറവ് വരും. ചെറിയൊരു അരുവിയായിരിക്കാൻ ചിലപ്പോൾ അവിടെ ഉണ്ടാകില്ല. അവിടെ ആയിരിക്കാം അവരുടെ മൃഗങ്ങളൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ തീർന്നു പോകുന്നു, അവർക്ക് ഭക്ഷണം കിട്ടാതാവുന്നു. ആര്യക്കൂടി ചുറ്റിപ്പറ്റിയായിരിക്കും ഫലവൃക്ഷങ്ങൾ ഉണ്ടാകുക. അത് കഴിച്ചിട്ടായിരിക്കും അവർ നിൽക്കുക. അപ്പോൾ അവർ നേരെ നാട്ടിലേക്ക് ഇറക്കുന്നു. ഇത് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ വളർത്തു മൃഗങ്ങളെ കയറ്റി വിട്ട് അവര് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് തമിഴ്നാടും അത് മനസ്സിലാക്കിയിട്ടാകണം. തമിഴ്നാടിന്റെ വെള്ളം കുറഞ്ഞ ഭാഗങ്ങൾ ടാങ്കുകളാക്കി, മൃഗങ്ങൾ കുടിക്കാൻ ടാങ്കുകളാക്കി അതിൽ വെള്ളം കൊണ്ടുപോയി ലോറിയിൽ നിക്ഷേപിച്ച് ക്യാമറ വെച്ച് തമിഴ്നാട് നിരീക്ഷിക്കുന്നുണ്ട്. കർണാടകയും വെള്ളം കിട്ടാത്ത പല മേഖലകളും അത് ചെയ്യുന്നുണ്ട്. കേരളവും ഇപ്പം പല നീർത്തടങ്ങളും വൃത്തിയാക്കുന്നുണ്ടെന്നാണ് നമ്മൾക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർക്ക് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഭക്ഷണവും കിട്ടുവാണെങ്കിൽ ഒരു പുറത്തേക്ക് ഇറങ്ങൽ കുറവായിരിക്കാം. എന്നിട്ട് ഇറങ്ങില്ല, നമ്മളെ ഉപദ്രവിക്കില്ല എന്നല്ല. മനുഷ്യൻ, നമ്മൾ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കേണ്ടവരാണ്. മനുഷ്യനൊഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങളും ഇന്നും പ്രകൃതിയോട് ചേർന്നാണ് ജീവിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ആനയാകട്ടെ, പുലിയാകട്ടെ, നമ്മളൊഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിയുടെ ഭാഗമായിട്ട് അതുപോലെയാണ് മുന്നോട്ട് പോകുന്നത്. മനുഷ്യൻ മാത്രമേ അത് വേറിട്ട് പോയിട്ടുള്ളൂ. അവനിലെ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. ഇതല്ലേ സത്യം. അപ്പോൾ അവരുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട്, പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് ജീവിച്ചു പോകുക എന്നുള്ളതുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ഉരുളുപൊട്ടൽ വ്യാപകമായി. ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ പ്രകൃതിയെ നോക്കിക്കാണുന്നു എന്ന ആ നിലയിൽ മാത്രം, ഒരു ശാസ്ത്രബോധമൊന്നും അടിത്തറ വെച്ച് പറയുന്നതല്ല. മതവാട്ടിലും അവരൊക്കെ പഠിച്ചു വെച്ചും സംസാരിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങളാണ് സാധാരണക്കാരന്റെ മനസ്സിൽ വരുന്നൊരു കാരണം അനുസരിച്ചിട്ട്. ഇടുക്കി, വയനാട് എന്ന സൈഡിലെ 2 സൈഡിലെ മണ്ണുകൾ സാധാരണ മറ്റും നമ്മൾ കോഴിക്കോട് താഴെയുള്ള കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ മണ്ണുകൾ മാതിരിയല്ല. വളരെ നൈസായിട്ടുള്ള മണ്ണുകളാണ്. സ്വല്പം വെള്ളം വീണാൽ അത് ചെളിയാണ്. ഇടുക്കി ഭാഗത്തോടൊക്കെ നടന്നു പോയവർക്കൊക്കെ അറിയാം, ടാറിങ് ഇല്ലെങ്കിൽ ഒരു ചെരുപ്പ് ചവിട്ടിയാൽ ആ ചെരുപ്പിൽ അവിടെ അമർന്നു കിടക്കും. മഴക്കാലത്താണ് അത് എടുത്ത് വേണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. വള്ളിച്ചീരോടൊക്കെ ഉപേക്ഷിച്ചിട്ട് മനുഷ്യൻ പോകാറുണ്ട്. മറ്റേ അത് ആ മണ്ണിന്റെ ഒരു ഘടന അങ്ങനെയാണ്. നിൽക്കുമ്പോൾ വെള്ളം വീണാൽ ചെളിയാവുകയും വേനൽക്കാലെങ്കിൽ ഇത് വറ്റി വരണ്ട് കളം തിരിഞ്ഞു പോവുകയും ചെയ്യും. ആ മണ്ണ് വറ്റി വരണ്ടാൽ ഇത് പൊട്ടിക്കേറും. ഇതാണ്. അപ്പൊ ആ മണ്ണിന്റെ അവസ്ഥ അങ്ങനെയാണ്. അത്തരം ദുർബലമായ പ്രദേശം, ആ ദുർബലമായ പ്രദേശത്ത് വീട് വെക്കാൻ പറ്റുന്ന ആവാസ സ്ഥലങ്ങൾ അറിയുന്നവർ, അല്ലെങ്കിൽ അതിൻ്റെ ഗവൺമെന്റിന്റെ അധികാരികൾ, അങ്ങനെയുള്ള ആൾക്കാർ ആ ഏരിയ തിരിച്ചു കൊടുക്കണം. തീരെ ദുർബലമായ പ്രദേശത്ത് വലിയ മണിവാളുകൾ പണിയരുത്, റിസോർട്ടുകൾ പണിയുയരരുത്, ആ വെയിറ്റ് താങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധം സർക്കാരിനുണ്ടാകണം. സർക്കാരിന് ശാസ്ത്രജ്ഞന്മാർ അത് പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിൽ വേണം പ്രകൃതി നിലനിർത്തിക്കൊണ്ട് പോകണം അവിടെ ജീവിക്കാൻ.
നമ്മൾ പണം കൊടുത്തു വാങ്ങിയതാകാം, പക്ഷെ അത് കൃഷിഭൂമി. പക്ഷെ വാസയോഗ്യമായ സ്ഥലത്തേക്ക് നമ്മൾ മാറി താമസിക്കേണ്ടിയിരിക്കുന്നു. അനുഭവം നമ്മളെ അതാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ ഒരു കർഷകൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു. ഈ പശ്ചിമഘട്ട ഭാഗങ്ങളിലെ കൃഷി കൊണ്ടാണോ നിങ്ങളുടെ ഇത് പോയത്? അത് അവരുടെ ധാർമ്മിക രോക്ഷമാണ്. ശരിയാണ്, പശ്ചിമഘട്ടങ്ങളിലെ കൃഷി കൊണ്ട് ഒന്നും ആയിരിക്കില്ല. പക്ഷെ പശ്ചിമഘട്ടങ്ങളിലെ നിർമ്മാണ പ്രവൃത്തി ഉണ്ടാവും. അദ്ദേഹം അതിനൊരു ഡാമിനെ പരാമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ കൊല്ലംകോട് ഭാഗത്ത് പാലക്കാട് സൈഡിലെ വലിയ പാറയുടെ അടിവശമാണ് കൊല്ലംകോട് ഗ്രാമമൊക്കെ. ഒരു കാലത്തും ആ പാറയുടെ മുകളിൽ നിന്നും ഒരു ഉരുൾപൊട്ടി വരില്ല. ധോനി ഭാഗത്തു നിന്നും മുകളിൽ വലിയ പാറകളുണ്ട്. തമിഴ്നാടിന്റെ ഭാഗത്ത് വന്ന പൊട്ടുണ്ട്. അവിടെയൊന്നും ആ പാറകളുടെ അടിയിൽ നിന്നും ഉരുൾപൊട്ടില്ല. ജലം ഒഴുകുന്ന സ്രോതസ്സിന്റെ ഭാഗത്തു നിന്നായിരിക്കാം എപ്പോഴും ഉരുളുകൾ പൊട്ടി വരിക. അതുകൊണ്ട് കൃഷിഭൂമി ആവശ്യപ്പെടുമ്പോൾ പാറയിലേക്കല്ല മണ്ണിലേക്കാണ് പോകുന്നത്. ഒരു 5 ഹെക്ടർ ഭൂമി വാങ്ങി കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ 5 ഹെക്ടർ എന്ന് പറയുമ്പോൾ 10 ഏക്കർ സ്ഥലമായി. അപ്പോ അതിന്റെ സെൻട്രൽ ഭാഗത്ത് ഒരു വീട് വെച്ചാൽ, അതൊരു വലിയ വീട് വെച്ചാൽ അതിന്റെ മുകളിൽ നിന്നും വരുന്ന കൊച്ചരിവുകൾ ഉണ്ടാവും ഈ 10 ഏക്കറിനും പല ഭാഗങ്ങളിലായിട്ട്. സ്വാഭാവികമായിട്ട് ഈ കർഷകൻ അതിന് വകതിരിച്ചു വിട്ട് സൈഡിലെ ഏതെങ്കിലും ഒരു അരുവിയിലേക്ക് ഒഴുക്കി വിടും. 1, 2, 3 അരുവികൾ ഉണ്ടെങ്കിൽ ചെറു അരുവികളായിരിക്കാം ഒഴുക്കി വിടും. നിരന്തരമായ ശക്തി കൂടി മഴ വരുമ്പോൾ ഈ അരുവികളിലെ വെള്ളം ഒഴുകിപ്പോയി അവിടെ ആ അരുവി വലുതാകാൻ തുടങ്ങും. വലുതായി ഒരു താങ്ങായി നിൽക്കുന്ന കല്ലുകൾ, അവിടെ ഈ വയനാട്ടിലൊക്കെ ഉള്ള കല്ലുകൾ ആ ഒഴുക്കിൽ വന്നത് കണ്ടാൽ മനസ്സിലാകും. വലിയ ഉരുളൻകല്ലുകളാണ്, ഒറ്റപ്പാറകളല്ല. വലിയ ഉരുളകൾ ഒന്നിനൊന്നായി സെറ്റായി ഒരു കല്ല് അടുക്കുകൾ പോലെ നിൽക്കുന്ന പാറകളുടെ ഇടയിലേക്ക് ഈ തിരിച്ചുവിടുന്ന ജലങ്ങൾ കയറി അതിന്റെ മണ്ണാംശവും അതിന്റെ മണ്ണുമായിട്ടുള്ള പിടുത്തമൊക്കെ അവിടെ നശിക്കുകയാണ്. അപ്പോൾ തന്നെ വലിയ കോറകളിൽ നിന്നുള്ള ഭീമാകരമായ സ്ഫോടനം ഈ കല്ലുകളുടെ ഇടയിലെ ഞെടുക്കങ്ങൾ കാരണം ചെറിയ സുഷിരങ്ങളിലായി അവിടെയൊക്കെ ആ വെള്ളം ആഴ്ന്നിറങ്ങുകയാണ്. ഈ ആഴ്ന്നിറങ്ങുന്ന വെള്ളത്തിന്റെ ഒരു പവർ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഒരു ചെറിയൊരു പമ്പിലൂടെ വെള്ളം ചീറ്റിച്ച് കഴിഞ്ഞ് നമ്മുടെ വീടുകൾ വൃത്തിയാക്കുന്ന കണ്ടിട്ടില്ല. ആ ഫോഴ്സ് നമ്മുടെ കൈകൾ കൊണ്ടാൽ കൈവരം മുറിയും. വെള്ളത്തിന്റെ ഫോഴ്സ് അപാരമാണ്. അപ്പോൾ ഒരു നല്ല ശക്തിയിൽ ആ ഫോഴ്സിലേക്ക് പോയി നിൽക്കുന്ന വെള്ളം, സമ്മർദ്ദമായിട്ട് നിൽക്കുന്ന വെള്ളം നിരന്തരമായിട്ട് പോകാതെ സമ്മർദ്ദം ചരിക്കുമ്പോൾ ബോംബ് സ്ഫോടനം പോലെ പൊട്ടും, ജലബോംബായിട്ട് പൊട്ടുന്നത്. ആ പൊട്ടുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഭാഗങ്ങളിലായിട്ട്. കവളപ്പാറ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രകൃതി നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അത് ഉണ്ടായിരിക്കാനുള്ള മാർഗം എന്താ? വളരെ ഉയർന്നു നിൽക്കുന്ന മലകളിൽ നിന്നും വരുന്ന ചെറു അരുവികൾ ഒരിക്കലും തടഞ്ഞു നിർത്തരുത്. അതെങ്ങനെയാണോ അത് ഒഴുകുന്നത് അങ്ങനെ തന്നെ ഒഴുക്കി വീഴണം. വെള്ളം മുകളിൽ നിന്ന് വീഴുകയും ആ വീഴുന്ന വെള്ളം ഉയർന്നിരിക്കുന്ന വേദിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആ ചെറു അരുവിൽ കൂടി അത് പുഴയിലേക്ക് പോകാനുള്ള അവസരമൊക്കെ ഉണ്ടാകണം. തടസ്സമാണെങ്കിൽ ആ തടസ്സം നമ്മൾ നീക്കി കൊടുക്കണം. ആ രീതിയിൽ ഒരു വലിയ മലകൾ കണ്ട് ശാസ്ത്രജ്ഞന്മാർ ആ വെള്ളം നിന്ന് ഇറങ്ങാതെ തന്നെ ചെറു അരുവികൾ എവിടെയൊക്കെയാണോ ഈ ദുർബല പ്രദേശം ഉള്ളത് അതിലേക്ക് തന്നെ ഒഴുക്കി വിടാൻ, പുഴയിലേക്ക് ഒഴുക്കി വിടാൻ തുടങ്ങിയാൽ മറ്റു വള്ളിക്കെട്ടുകളും അങ്ങനെയൊക്കെ ആയിട്ട് ആ മണ്ണിന് ശക്തമായൊരു പിടുത്തവും കൂടി ഉണ്ടാവും. അപ്പം ഒരു പരിധിവരെ ഭൂമിക്ക് അവിടെ ഉറപ്പ് കിട്ടും, മറ്റു കല്ലുകൾ ഇളകില്ല. ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നിടത്തൊക്കെ ശരാശരി 10ഉം 20ഉം സെന്റ് സ്ഥലത്തോളം വരുന്ന സ്ഥലത്ത് വലിയ വീടുകളും അങ്ങനെ നിരവധി ഏക്കറുകളിൽ വലിയ വീടുകളും വരുമ്പോൾ അതിലെ വെള്ളവും കൂടി പോയി ഒരു ഇതുമില്ലാതെ, ഒരു ലക്ഷ്യബോധമില്ലാതെ നിരന്നൊഴുകി മുഴുവൻ കുതിർന്ന് ഭൂമി കുടിക്കാവുന്ന മുഴുവൻ ഭൂമി കുടിച്ച് പോകാവുന്ന പോയി ഒക്കെയായി ഭൂമി ഇങ്ങനെ വെള്ളം കുടിച്ച് വളരെ ഭീമാകരമായ ഒരു സ്ഫോടകമായിട്ട് പല ഭാഗത്ത് നിൽക്കുന്നു. അത് ഒരു വശത്തു നിന്ന് പൊട്ടിക്കഴിയുമ്പം കയ്യാൽ നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ട് തള്ളുന്നത് പോലെ തട്ടിപ്പോയി അതിനെക്കാളും അപ്പുറം വലിയ കല്ലുകൾ ഉണ്ടാവും. അത് ഒരെണ്ണം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബാക്കി വീഴും. അത് ആ വെള്ളം അതിനടിയിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളവും കൂടെ വരുമ്പോൾ ഭയങ്കര മഹാപ്രളയമായി ഇന്ന് കണ്ട ഈ മുണ്ടക്കൈ ഈ ഇതുപോലെയുള്ള വലിയ വിപത്ത് വരുമെന്നാണ് നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാട്. ഇത് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ടാവും, അറിവുണ്ടാവും. പക്ഷെ നമുക്ക് നേരിൽ കണ്ടാൽ പഴയതും പുതിയതുമായി ഇപ്പോൾ വരുന്ന ഈ ഭാവമാറ്റം ഇതിന് അപ്പോൾ പ്രകൃതിയോട് ചേർന്ന് തന്നെ നമ്മൾ ഒരു പരിധി വരെ കർണാടക സംസ്ഥാനത്തിനൊക്കെ നമ്മൾ അനുകരിക്കേണ്ടിയിരിക്കും. കർണാടകയിൽ സഞ്ചരിക്കുന്നവർക്ക് മനസ്സിലാകും, അവരുടെ ഫോറസ്റ്റിനകത്താണ് പല വീടുകളും ഉള്ളത്. തമിഴ്നാട് നിരപ്പായ പ്രദേശം, അങ്ങനത്തെ വനപ്രദേശം വളരെ ഉള്ളിലായതുകൊണ്ട് അങ്ങനെ ബാധിക്കുന്നില്ല. കർണാടകയുടെ പല പ്രദേശങ്ങളും ഇങ്ങനെയാണ്. നമ്മളും ആവാസ വ്യവസ്ഥയനുസരിച്ച് പ്രകൃതിയോട് ചേർന്ന് നിന്ന് പോകേണ്ട ഒരു സമയമാണ് ഇനിയെങ്കിലും.
വീട് നമുക്ക് വെക്കണം, വീട് വെക്കാൻ പിന്നെ നമുക്ക് അപകടമില്ലാത്തടത്ത് വെക്കാനൊക്കെ നമുക്ക് ഭൂമിയുണ്ട്, നമ്മുടെ ജനസംഖ്യാനുപാതികം ഒക്കെ ഉണ്ട്. ഇപ്പോൾ പല നമ്മൾ ഇത്ര ഒന്നും അപകടമില്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളിലെ ഓരോ പ്രദേശം നമ്മൾ കണ്ടാൽ അറിയാം. UK ഒരു വീട്, ഒരു തെരുവ് എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന ടാർഗറ്റിലെ അവർ കൊടുക്കുന്ന രീതിയിലുള്ള മോഡൽ ഒരു വീടാണ് ഒരു തെരുവിൻ്റെ ഒരു സൈഡ് മുഴുവൻ കാണുന്നത്. നമ്മുടെ ഇഷ്ടത്തിനൊന്നും വീട് വെക്കാൻ കഴിയില്ല. അതുപോലെ ദുർബല പ്രദേശങ്ങളിൽ ഫാം ഹൗസിന് അനുവദീയമായ വീടും തൊട്ട് അവർക്കൊരു വീട് വേണമെങ്കിൽ ആ വീട് വെക്കേണ്ട പൊസിഷൻ പഞ്ചായത്ത് കാണിച്ചു കൊടുക്കും, അത് അറിയുള്ളവർ അത് അപകടകരമല്ലാത്തതാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വളരെ ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് കേരളത്തിൻ്റെ നിലവിൽ ഇന്നത്തെ പോക്ക്. ഇന്ന് ഈ ദുരന്തഭൂമിയായിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനമായി മാറിയിരിക്കുന്നു ഇടുക്കി, വയനാട് മേഖലകളിലൊക്കെയുള്ള ജനങ്ങൾ. ഇത് നാം വളരെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ഗവൺമെൻറ്റും ശാസ്ത്രബോധവും ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യേണ്ടതാണ് എന്നാണ് വിധിയാനും പറയാനുള്ളത്. ഓക്കെ കൂട്ടുകാരെ, വീണ്ടും കാണാം.